യുവനടിയുടെ പീഡന പരാതിയിൽ സംവിധായകൻ രഞ്ജിത്ത് അറസ്റ്റിൽ. അങ്ങനെ ഒരു കട്ട സഹാവും കൂടെ പെണ്ണ് കേസിൽ അകത്തായിരിക്കുകയാണ്. ഇദ്ദേഹം പണ്ട് ഒരു പ്രസംഗത്തിൽ പറഞ്ഞായിരുന്നു, എന്നെ ആരും ഇങ്ങോട്ട് വരട്ടാനെന്ന് വരണ്ട, 1976 ഒരു SFI കാരനാണെന്ന്. പിന്നെ SFI കാരന് പിന്നെ സിനിമ ഫീൽഡിൽ വന്ന് ചാൻസ് ചോദിച്ചിരുന്ന പെണ്ണുങ്ങളെല്ലാം അങ്ങേറി പീഡിപ്പിക്കുകയും ചൂഷണം ചെയ്യാനുള്ള അധികാരം കൊടുത്തിരിക്കുകയല്ലേ. പിന്നെ ഇദ്ദേഹം സിനിമാ മേഖലയിൽ സജീവമായിരുന്നെന്നാണ് പറയുന്നത്, എത്രയോ കാലം കൊണ്ട്. ഇനി സിനിമാ മേഖലയിലാണോ ഇനി മറ്റേതെങ്കിലും പരിപാടിയിലാണോ ഇദ്ദേഹം സജീവമാണെന്ന് ഒന്ന് തിരക്കണം. സിനിമാ മേഖലയിൽ ചാൻസ് ചോദിച്ച് വരുന്ന സ്ത്രീകളെ എന്തുമാത്രം ചൂഷണം ചെയ്ത് കാണും. യവൻ എന്തൊക്കെയോ അടിച്ചു പോയിട്ടെന്നൊക്കെയാണ് പറയണത്. എന്നിട്ട് യവൻ ഒരു കുറവുമില്ല ഈ ഒരു കാര്യത്തിൽ. പിന്നെ നമ്മളാ വനിതാ കമ്മീഷൻ മേഡം ഇതെല്ലാം കാണുന്നുണ്ടോ? നമുക്കൊരു കേസൊക്കെ എടുക്കണ്ടേ? സരിനേ ഓടി വാ. രാഹുൽ മാങ്കൂട്ടത്തിന് നമ്മൾ ചീമിട്ട് പറഞ്ഞാലും നമുക്ക് നമ്മളെ രഞ്ജിത്ത് സാറിനെ ഒന്ന് ചീമുട്ട് എറിയണ്ടേ? ഓടി വാ. നമ്മളെ രഞ്ജിത്ത് സാർ ഇപ്പോൾ ദേഹാസ്വസ്ഥ്യം മൂലം ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ഒരു 4-5 പൊതിച്ചോറ് കൊണ്ട് ഓടി വാ, സാറിന് കൊടുക്കാൻ, ക്ഷീണം മാറാൻ. പിന്നെ നമ്മളാ വയനാട് ഷെട്ട് കെട്ടാൻ പോയ വലീഫേ ഓടി വാ, നമുക്കിതൊന്ന് ആഘോഷമാക്കണ്ടേ? ഇനി രഞ്ജിത്ത് സാറ് ജയിലിൽ നിന്ന് മോചിതനായി വരുമ്പം നമുക്ക് രത്നഹാര ഇട്ട് നമുക്ക് ജാതി വിളിച്ചോണ്ട് പോണ്ടേ? മുഖ്യമന്ത്രി സാറേ, രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ പ്രതികരിച്ച പോലെ നമുക്കൊന്ന് പ്രതികരിക്കണ്ടേ? ഗോവിന്ദ മാഷേ, കുറേ ദിവസം കാണൊക്കെ ഇല്ല, നമുക്കൊന്ന് പ്രതികരിക്കണ്ടേ? പെണ്ണ് കേസ് എവിടെ ഉണ്ടോ അവിടെ സഹാവ് കാണും. LDF അല്ലാതെ വേറെ ആരുണ്ട്? വേറെ ആരുമില്ല. ഈ കേസിന് LDF മാത്രമേ ഉള്ളൂ.